ഉരുൾനാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് ജനജീവിതം ഇപ്പോഴും സാധാരണഗതിയിലായിട്ടില്ല. പുനരധിവാസം അടക്കമുള്ളവ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ഉരുൾനാശം വിതച്ച് 4 മാസം പിന്നിടുകയാണ്. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം വീടുകളും കൃഷിയിടങ്ങളും തകർത്തു. ഉള്ളതെല്ലാം നഷ്ടമായതിന്റെ മുറിവ് ഇവിടത്തുകാർക്കുണങ്ങിയിട്ടില്ല. സർക്കാരിന്റെ ആശ്വാസ നടപടികൾ പ്രഖ്യാപനത്തിലൊതുങ്ങി. 100-ലേറെ ഇടങ്ങളിൽ ഉരുൾപൊട്ടിയെന്ന് കണ്ടെത്തിയ വിലങ്ങാട് റോഡുകളും പാലങ്ങളും പുനർനിർമ്മിക്കാനും നടപടിയില്ല. വിലങ്ങാട്ടെ ജനത ഇപ്പോൾ പ്രക്ഷോഭ പാതയിലാണ്. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. കാർഷിക മേഖലയാകെ തകർന്നു. ദുരിതബാധിതർ വാടക ലഭിക്കാതെ തകർന്ന വീടുകളിലേക്ക് തിരിച്ചുപോകുകയാണ്. സൗജന്യ റേഷനും മുടങ്ങുന്നു. സമരത്തിന്റെ ഭാഗമായി വിലങ്ങാട് ടൗണിൽ വ്യാപാരികൾ 1 മണിക്കൂർ കടകൾ അടച്ചു പ്രതിഷേധിച്ചു. വിലങ്ങാട്ടെ പുനരധിവാസം ഉടൻ സാധ്യമാക്കണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. വിലങ്ങാട് സഹായധനം വളരെ തുച്ഛമായിട്ടുള്ള സഹായധന പ്രഖ്യാപിച്ചു. ഏതാണ്ട് 13 കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആകെ 11 ലക്ഷം മറ്റാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആളുകൾ മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരണം ഒന്നിൽ ചുരുങ്ങിയെങ്കിലും ഉള്ളവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ആ കാർഷിക മേഖല ഇനി ഒരു വരുമാനം ഇല്ലാത്ത രീതിയിലേക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തര സഹായം സംസ്ഥാന സർക്കാർ അവർക്ക് നൽകണം. ന്യൂസ് 18 വിലങ്ങാട്.